അല്ല ഗായ്സ്, ഇപ്പൊ നമ്മൾ പാരീസിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. ഇപ്പൊ റൂമിൽ വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ നമ്മള് റോമിൽ ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ലാൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന റോമിലെ എയർപോർട്ടിലേക്കുള്ള വേഗത. അപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് റോമിലെ മനോഹരമായ കാഴ്ചകൾ. ഇത് റോമിലെ ട്രെവി ഫൗണ്ടെയിൻ ആണ്. ഇത് ശരിക്കും ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ ആയിരിക്കും തോന്നണത്, പക്ഷെ അത് ശരിക്കും ഒരു ഫൗണ്ടെയിൻ ആയിരുന്നു. അത് 300 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പഴയ റോമിൽ ഏകദേശം 300 വർഷം മുമ്പ് നല്ലൊരു വാട്ടർ സപ്ലൈ പൈപ്പിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു അവസാന ഭാഗമാണിത്. ആ പൈപ്പിൽ വരുന്ന വെള്ളം ഇതിലൊരു മനോഹരമായ രീതിയിൽ പുറത്തേക്ക് ഒഴുകി കളയുന്നു. അതാണ് ഇത് ശരിക്കും സംഭവം. ഇത് കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദിവസം. ഈ വരുന്ന ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്, ഇതിലേക്കൊരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ആൾക്കാർ. ഇത് ഓൾമോസ്റ്റ് വെളുപ്പിനെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ് രാവിലെ തന്നെ. പഴയ റോമൻ വിശ്വാസം അനുസരിച്ച് നെപ്റ്റ്യൂണാണ് കടലിൻ്റെ ദേവൻ. ആ ദേവൻ 2 സീ ഹോഴ്സിനെ പൂട്ടിയ രഥത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ആണ് ഈ ട്രിവി ഫൗണ്ടൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഇവിടെ വരുന്നത്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് കിടക്കുന്നത് കാണാം. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം കള്ളന്മാരുണ്ട് എന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞു. നമ്മൾ ട്രീ ഫൗണ്ടന് നേരെ മുമ്പിലുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഇത് പലാസോപോളി എന്നറിയപ്പെടുന്ന ഒരു പാലസ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 16-ാം നൂറ്റാണ്ടിൽ എന്തോ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരം, അതാണിത്. ഗൈസ്, നമ്മളിപ്പോൾ റോമിലാണുള്ളത്. റോമിൽ ഇപ്പോൾ ട്രിവി ഫൗണ്ടൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പാൻതിയോൺ കാണാൻ പോവാണ്. അപ്പോൾ ആ റോഡിലുള്ള കാഴ്ചകളാണ് ഇത്. അപ്പോൾ ഇതാണ് പാൻതിയോൺ. ഈ കെട്ടിടത്തിന് ഏകദേശം 2050ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, യേശുക്രിസ്തുവിന് ഏകദേശം BC 27 നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഇതാണ് പാൻതിയോൺ. പാൻതിയോൺ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ മന്ദിരം എന്നാണ് അർത്ഥം. ഈ കെട്ടിടം ആദ്യം നിർമ്മിച്ചത് മാർക്കസ് അഗ്രിപ്പ എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിയത് എംപറർ ഹാഡ്രിയൻ മർമ്മ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തിയാണ്. പാൻതിയോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ മുൻപിൽ കാണുന്ന വലിയ തൂണുകളും അതിന്റെ പിറകിലായിട്ട് കാണുന്ന ഒരു ഡോം പോലത്തെ ഉള്ള ഒരു സംഭവമാണ്. ഇതിന്റെ മുകളിൽ ഒരു വലിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിലൂടെ അകത്തേക്ക് പ്രകാശം കടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളേതായാലും ഇതിൻ്റെ അകത്ത് കയറിയില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതിൻ്റെ ഡിസൈൻ, ശില്പകല എന്നിവയൊക്കെ വളരെ നമ്മളെ ഇഷ്ടപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അലാവുദ്ദീൻ അത്ഭുത വിളിക്കുന്നു എന്ന പോലെ ഒരാളവിടെ നിൽക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പൈസ മേടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് അവിടെ നടക്കുന്നത്. ഏതായാലും പാൻതിയോൺ എന്ന് പറയുന്നത് ഒരു
സ്മാരകം മാത്രമല്ല, ഇതിൽ ഇറ്റലിയുടെ ഒരു പ്രശസ്ത ചിത്രകാരനായ റാഫേലയുടെ കബറും കൂടി ഇതിനകത്തുണ്ട്. പിന്നീട് എപ്പോഴാണ് ഈ പാന്തിയോൺ എന്ന് പറയുന്ന കെട്ടിടം ഒരു ക്രിസ്ത്യൻ ചർച്ചാക്കി മാറ്റിയിരിക്കുകയും ഇന്നും അതിൻ്റെ ആ പഴയ തനിമയോടുകൂടി തന്നെ അത് സംരക്ഷിച്ചും പോന്നിരിക്കുന്നു. അപ്പോ ഇതാണ് പാന്തിയോണിന്റെ തൊട്ടടുത്തുള്ള പലാസോ ലുഡോവിസി. ലുഡോവിസി ഒരു കർദിനാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പഴയ കെട്ടിടം തന്നെയാണ് എന്നാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായത്. ഏതായാലും മനോഹരമായ ഒരു കെട്ടിടവും ധാരാളം ആൾക്കാർ അത് കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ റോമിലെ കൊളോസിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റോമിന്റെ അഭിമാനമായി ഇന്നും വിരാജിച്ചു നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് കൊളോസിയം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആർക്കിടെക്ചറുകളിൽ ഒന്നായത് ക്രിസ്തുവിന് ശേഷമുള്ള 70-ാം വർഷം എംപറർ വെസ്പേഷ്യൻ നിർമ്മാണം ആരംഭിച്ച് അദ്ദേഹത്തിന്റെ മകൻ ടൈറ്റസ് പൂർത്തിയാക്കിയതാണ് എന്ന് കരുതപ്പെടുന്നു. ഇതൊരു ആംഫി തിയേറ്റർ ആയിരുന്നു. നിങ്ങൾ പല സിനിമകളിലും ഗ്ലാഡിയേറ്റർ പോലെയുള്ള സിനിമകളിൽ കാണുന്നത് ഈ കൊളോസിയം ആണ്. ഇതിനകത്താണ് ആ പോരാട്ടങ്ങളെല്ലാം നടക്കുന്നത്. ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ, മൃഗങ്ങളുമായുള്ള യുദ്ധങ്ങൾ, നാടകങ്ങൾ വരെ ഒരു പൊതുപ്രദർശനത്തിനായി ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. ഏകദേശം 50,000-ത്തിലധികം ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് പ്രദർശനങ്ങൾ കാണാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഈ കൊളോസിയം. ഇതിപ്പോൾ യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് പുതുതായി അംഗീകരിക്കപ്പെട്ട 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. ഏതായാലും ഇതിൻ്റെ പഴയ തനിമയോടുകൂടി ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റോമിലെ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.